70s വെസ്റ്റേണും ന്യൂജൻ തിങ്കിങ്ങും കൂടി ചേർന്നുള്ള ഒരു സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ. നമ്മുടെ പഴയ MGR പടമൊക്കെ കാണുന്ന പോലെ MGRന്റെ സ്റ്റൈൽ ആ ഇൻസ്പിറേഷൻ പുള്ളി ചെയ്ത പടമെന്ന് തോന്നുന്നു. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വേറെ ഡബിൾ ബാരൽ മോഡൽ പടം, ഒരു ക്ലാസ് പടം. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മേക്കിംഗ് നല്ല കിഡിലെ സാധനം. ഒരു കൊമേഴ്സ്യലായിട്ട് ചിന്തിക്കുകയോ ചെയ്യരുത്, വേറൊരു പടം പുള്ളിയുടെ ഒരു സ്റ്റൈലാണ് പടം ചെയ്തിരിക്കുന്നത്. നമ്മൾ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് എന്തായാലും വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞ പോലെ ഒരു കമർ ചിത്രം കണ്ടിരിക്കുന്ന പോലെ ഒരു ഫീലാണ്. മോഹൻലാലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല സിനിമ. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വേറെ ഡബിൾ ബാരൽ മോഡൽ പടം, എല്ലാവർക്കും മനസ്സിലാവില്ല. അത് വെറൈറ്റി ആണ്, എല്ലാവർക്കും വർക്കാവില്ല ഞാൻ പറയാനുള്ളത്. പക്ഷേ നല്ലൊരു പടമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്, എന്നാലും നമുക്ക് അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. പിന്നെ പ്രത്യേകം മേക്കിംഗ് ഒക്കെയാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ വിചാരിച്ചു വളരെ മോശമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സാധാരണ നമ്മുടെ ടിപ്പിക്കൽ ലിജോയിൻ്റെ മൂവി വളരെ വെറൈറ്റി ആയിരുന്നു. എല്ലാ മൂവി പോലെ തന്നെ ലിജോയിൻ്റെ മൂവി വളരെ വെറൈറ്റി ആയിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് തുടക്കം മുതൽ തന്നെ വളരെ നമ്മൾ എൻ്റർടൈനിങ് ആയിട്ട് പെട്ടെന്ന് തോന്നി. നമ്മൾ ഒരു പ്രതീക്ഷയിലാണ്ട് പെട്ടെന്ന് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്തപ്പം സെക്കൻഡ് ഹാഫിൽ നല്ല പ്രതീക്ഷ ഇട്ടുകൊണ്ട് തന്നെ അവസാനം വരെ നമുക്കൊരു നല്ലൊരു ബിൽഡപ്പ് ഇട്ട് കിട്ടി. പിന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. എല്ലാ ആക്ടേഴ്സിൻ്റെയും വളരെ ഗംഭീരമായിരുന്നു. തിയേറ്റർ കുലുക്കി വെച്ചാൽ ഒരു ചില മൊമെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ തിയേറ്റർ ശരിക്കും ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചില മൊമെൻറ്റ്സാണ്. നമ്മുടെ പഴയ MGR പടമൊക്കെ കാണുന്ന പോലെ MGRന്റെ സ്റ്റൈൽ ആ ഇൻസ്പിറേഷൻ പുള്ളി ചെയ്ത പടമെന്ന് തോന്നുന്നു. പടം ഇത്ര കൊള്ളാം, ഫ്രെയിം ബേസ് അടിപൊളി, പിന്നെ അറ്റ്മോസ്ഫിയർ കാണണം, നല്ല വർക്ക്, BGM വർക്ക് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഹരീഷ് പരടി, എല്ലാവരുടെയും പെർഫോമൻസ്, ഹരീഷ് പരടി മോഹൻലാലിൻ്റെ അത്രയും ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. ഒരു കൊമേഴ്സ്യലായിട്ട് ചിന്തിക്കുകയോ ചെയ്യരുത്, വേറൊരു പടം പുള്ളിയുടെ ഒരു സ്റ്റൈലാണ് പടം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്നതാണോ സത്യം, അല്ല നമ്മുടെ ഉള്ളിനുള്ളിൽ തോന്നുന്നതാണോ സത്യം, ആ ഒരു രീതിയിലുള്ള ഒരു ആംഗിളിൽ വേണം ഈ സിനിമ കാണാൻ. ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചുള്ള സിനിമയാണിത്. നമ്മുടെ ലൈഫുമായി എങ്ങനെ കണക്ട് ചെയ്ത് കാണുന്നു എന്നനുസരിച്ചിരിക്കും ഈ പടത്തിൻ്റെ ആസ്വാദനം. നമ്മളൊരു സിനിമ സാധാരണ ആക്ഷൻ മൂവി കാണുന്ന ഒരു മൈൻഡിൽ ഈ സിനിമ കണ്ടാൽ പരിപൂർണ്ണ ആസ്വാദനം കിട്ടില്ല എന്നാണ് ഈ സിനിമയുടെ ഇതിൽ തോന്നിയത്. പിന്നെ പടം എൻഡ് ചെയ്യുന്നത് മലയക്കോട്ടെ വാലിബൻ 2 എന്നുള്ള ഒരു ടൈറ്റിൽ കാർഡ് കൂടിയാണ്. എനിക്ക് ഉറപ്പാണ് അതും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു കൊമേഴ്സ് ആ രീതിയിലായിരിക്കില്ല. ഈ തോട്ട് പ്രോസസ്സിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും ആ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ എന്തായാലും കണ്ടിരിക്കേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ എപ്പോഴും പറയാറ് കുറേ കാലങ്ങൾക്ക് ശേഷം അത് അന്ന് കാലത്തിന് മുമ്പേ ഇറങ്ങി ആ ഒരു അവസ്ഥയിലേക്ക് ഈ സിനിമ പോകരുത്. കാരണം ഇപ്പോൾ എല്ലാം അംഗീകരിക്കുന്ന ഒരു പ്രേക്ഷകരാണ്. 70s വെസ്റ്റേണും ന്യൂജൻ തിങ്കിങ്ങും കൂടി ചേർന്നുള്ള ഒരു സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ. ഫിലിം ത്രൂ ഔട്ട് നല്ല ഫ്രെയിംസാണ്. പിന്നെ മോഹൻലാലിനെ അദ്ദേഹത്തിൻ്റെ ഫ്രെയിമിലൂടെ ആദ്യം കാണുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഒരുപാടധികം അടിപൊളി ആക്ഷൻ രംഗങ്ങളുണ്ട്. സോ എന്താണ്, നമ്മൾ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് എന്തായാലും വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. കാസ്റ്റിംഗ് വൈസ് ചില ക്യാരക്ടേഴ്സ് കൺവിൻസിങ് അല്ലാതെ തോന്നി, പക്ഷേ മേജറായിട്ടുള്ള ആക്ടേഴ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. LJPയുടെ ഒരു ഫിലിമാണെന്ന് നമുക്ക് പറയാം, പക്ഷേ ഒരു വ്യത്യസ്ത LJP ഫിലിമാണ്. പക്ഷേ വിചാരിച്ച അത്ര ഒരു സുഖം കിട്ടിയില്ല. അതെ, എക്സ്പെക്റ്റേഷൻ കൂടി പോയതാണോ അറിയില്ല. മറ്റേ ലാലേട്ടൻ സൂപ്പർ ഹീറോ ആയിട്ട് ഒരു അമാനുഷികമായിട്ടുള്ള അഭിനയിച്ചൊരു നല്ലൊരു ഫിലിമാണ്. അങ്ങനെ നമുക്ക് പറയാം. പടം ടോട്ടലി അതിൻ്റെ സ്റ്റോറി പാത്ത് നോക്കുമ്പോൾ ഭയങ്കര ലാഗാണ്. ഫസ്റ്റ് ടൈം മുതൽ എൻഡ് ക്ലൈമാക്സ് വരെ ലാഗാണ്, കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ കണ്ടിരിക്കാം, വൺ ടൈം വാച്ചബിളായിട്ട് കണ്ടിരിക്കാം. തിയേറ്ററിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ, എനിക്ക് തോന്നുന്നതാണ്. ഫോണിലൊന്നും ഇരുന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലാഗ് അടിച്ചിട്ട്. ഇനി LJP പ്രതീക്ഷിക്കുന്നത് ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് കൊണ്ടുപോകാനാണ് പടത്തിൻ്റെ ഇതെന്നാണ് വിചാരിക്കേണ്ടത്. ഹൈപ്പിനൊത്തുള്ള മാസും കാര്യങ്ങളൊന്നും ഇതിലില്ല, ഒരു ക്ലാസ് പടം. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മേക്കിംഗ് നല്ല കിഡിലെ സാധനം. പുള്ളി അത് ഓരോ ഷോട്ടിലും അത് തെളിയിച്ചുകൊണ്ടിരിക്കുക. ക്ലൈമാക്സ് വന്നപ്പോൾ ഈ ഹനുമാൻ്റെ കഥാപാത്രമില്ലേ, അതേപോലെയൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. എന്താവുന്നു എന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ സെക്കൻഡ് വരട്ടെ, കാണാം.